സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഹായ് എവരിവൺ, എന്റെ പേര് അനുപമ പത്മൻ. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? പഴയ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. മലയാളികൾക്ക് ഒരു ഹരം തന്നെയാണ് റീൽസ് വീഡിയോകൾ എന്ന് പറയുന്നത് അല്ലേ. അത് യൂട്യൂബിലായാലും, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും മലയാളി എപ്പോഴും ഒരു ഫോൺ എടുത്ത് നോക്കുന്ന സംഭവം ഇങ്ങനെ ഇത്തരം റീൽസുകളാണ്. ഡെയിലി റീൽസുകളുടെ ഒരു വിളയാട്ടം തന്നെയാണ് അത്. പുതുപുത്തനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി കൊണ്ടുവരുന്ന രീതിയിലുള്ള കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലത് നമ്മൾ ആസ്വദിച്ച് കാണാറുണ്ട്, ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാറുമുണ്ട്. എന്നാൽ അത്തരത്തിലെ ഒരു റീൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറിയത്. ശരിക്കും ആ ഒരു റീൽ വീഡിയോ കണ്ടാൽ പരിചിതമായിട്ടുള്ളൊരു മുഖം, ഈ ഒരു മുഖം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ അത് പ്ലേ ചെയ്ത് തരാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഓയൂരിലെ കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് അനുപമ. ഇപ്പോൾ കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി പത്മകുമാറിന്റെ മകൾ അനുപമയാണ്. നമ്മുടെ ചേച്ചിയെ എല്ലാവർക്കും മനസ്സിലായാലും ഇത് തന്നെ നമ്മുടെ കൊല്ലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി അനുപമ പത്മൻ. അപ്പൊ പുള്ളിക്കാരത്തി വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്, അതും പുതിയ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ്. എന്തായാലും ആ ഗഡ്സ് സമ്മതിക്കണം കേട്ടോ. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കൂസലുമില്ലാതെയാണ് ആ ഒരു പത്മനാഭന്റെ മണ്ണില് ഇങ്ങനെയുള്ള ഒരു റീൽസ് വീഡിയോ ആയിട്ട് നമ്മുടെ താരം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും ഒന്നൊന്നുമല്ല, ഒരു 3-4 വീഡിയോസും ഉണ്ട് പിന്നാലെ തന്നെ ഇനി ഉണ്ടാകുമെന്ന് തന്നെ. എന്നാൽ ഇത്തരം ആളുകൾക്കാണല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫെയിം ഉള്ളത് അല്ലെ. 2023 നവംബർ 27 ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. അറിയാലോ നമുക്ക്, കൊല്ലം മോയൂരിലെ അബിഗേൽ സാറ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പത്മകുമാർ, അതുപോലെ അയാളുടെ ഭാര്യ, അയാളുടെ മകളാണ് അനുപമ പത്മകുമാർ. ഇവര് 3 പേർക്കും ഇതിന് നല്ലോണം പങ്കുണ്ടായിരുന്നു. കാരണം ഇതൊരു ട്രയൽ തട്ടിക്കൊണ്ടു പോകലായിരുന്നു. ഈ ഒരു തട്ടിക്കൊണ്ടു പോകൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമെന്നായിരുന്നു പിന്നീട് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ആ വാർത്തകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കണ്ടെത്തിയ വഴി എന്ന നിലയിലാണ് കുടുംബം തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്. ഒയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ട്രയൽ ആയിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ഇവർ ശ്രമം നടത്തിയിരുന്നു. ഒയൂരിലെ കുട്ടിയെ മാത്രം 3 തവണ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്നും ഇവർ മൊഴി നൽകി. 1 വർഷത്തെ തയ്യാറെടുപ്പാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടായിരുന്നത്. കൃത്യത്തിൽ ഭാര്യയ്ക്കും മകൾക്കും പങ്കുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് ഫോൺ വിളിച്ചത് പത്മകുമാറിന്റെ ഭാര്യയാണെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. സാമ്പത്തിക സുസ്ഥിരതയുണ്ടായിരുന്ന പത്മകുമാർ വലിയ തോതിൽ കടക്കണിയിൽപ്പെട്ടിരുന്നതായാണ് വിവരം. എഞ്ചിനീയറായ ഇദ്ദേഹം വിവിധ ബിസിനസ് നടത്തിയിരുന്നു. 1 കോടിയോളം രൂപ ബാധ്യതയുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി. ലോൺ ആപ്പുകളിൽ നിന്ന് ലോണും ക്രെഡിറ്റ് കാർഡ് മുഖേനയുള്ള ഇടപാടുകളും വലിയ ബാധ്യതയുണ്ടാക്കിയെന്നാണ് വിവരം. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത അനുപമ യൂട്യൂബിലെ താരമാണ്. 5 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സാണ് അനുപമ പത്മൻ എന്ന യൂട്യൂബ് ചാനലിനുള്ളത്. ഹോളിവുഡ് താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും വൈറൽ വീഡിയോകളുടെ റിയാക്ഷൻ വീഡിയോയും ഷോർട്സുമാണ് അനുപമ കൂടുതലായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് അവതരണം. 381 വീഡിയോകളാണുള്ളത്. അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്ത് 1 മാസം മുമ്പാണ്. അമേരിക്കൻ സെലിബ്രിറ്റി കിം കർദാഷിയനെ കുറിച്ചുള്ളവയാണ് പ്രധാന വീഡിയോകളെല്ലാം. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പാർപ്പിച്ചെന്ന് കരുതുന്ന ഫാം ഹൗസിലെ റംബൂട്ടാൻ വിളവെടുപ്പ് വീഡിയോയും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 14,000 പേരാണ് അനുപമയെ ഫോളോ ചെയ്തിരിക്കുന്നത്. വളർത്തു നായകളെ ഇഷ്ടപ്പെടുന്ന അനുപമ നായകളെ അഡോപ്റ്റ് ചെയ്യാറുമുണ്ട്. എണ്ണം കൂടിയതിനാൽ നായകൾക്കായി ഷെൽട്ടർ ഹോം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിച്ച് അനുപമ പോസ്റ്റ് ഇട്ടിരുന്നു. അടുത്ത കാലത്ത് കുടുംബം വലിയ കടക്കണിയിൽപ്പെടുകയും അനുപമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം കുറയുകയും ചെയ്തത് കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോഴാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക എന്ന ആശയത്തിലേക്ക് കുടുംബം എത്തിയത് എന്നാണ് വിവരം. എന്തായാലും അനുപമയുടെ റീൽസിന് താഴെ നിരവധി ആളുകൾ തന്നെ കമന്റ് ഇട്ടിരിക്കുന്നത്, ചേച്ചി എന്നെയും കൂടെ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള നിരവധി കമന്റുകൾ. ഇനിയും വല്ല തട്ടിക്കൊണ്ടു പോകൽ കേസുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അനുപമയുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകൾ കളിയാക്കി വിടുന്നതാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെ അനുപമയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അനുപമ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആറ്റുകാൽ അമ്മയുടെ ആ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ. ഹായ് എവരിവൺ, എന്റെ പേര് അനുപമ പത്മൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. The Kylie Cosmetics founder stole the spotlight at the Schiaparelli Spring Summer 2024 show. She attended the show as a guest. ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ സംശയമൊന്നുമില്ലല്ലേ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇന്ന് രാവിലെ 10:15 പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. 1:15 ദേവിക്ക് നിവേദിച്ചു. ഇത് ഷോ എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല.
എന്താ കഥ? ഏകദേശം 35 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പുള്ളി സ്മാർട്ടായല്ലോ. ഒരു ജന്മം കടന്നുപോയി ഉസ്മാനിക്ക, ഒന്നും ഓർമ്മയില്ല. ഏതോ മായിക ലോകത്തായിരുന്നു ഞാൻ. ഇതെന്റെ 2ാം ജന്മമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഇതിന് ആണോ? ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. മുമ്പ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ്. മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. നിങ്ങൾ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം മതിയാക്കും. ദൈവത്തിന്റെയും നന്മയുടെയും പാതയിലേക്ക് വരും. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. പണ്ടുതൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ അമ്പലം പ്രശസ്തമാണല്ലോ, പക്ഷെ എന്നാലും അമ്പലത്തിൽ വരുന്നത് കുറച്ച് നാൾ മുമ്പാണ്. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്ത് ചെയ്തത്? എല്ലാം വിധിയുടെ വിളയാട്ടം. അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ട. എന്തായാലും പുതിയ സ്വാമിനി എന്ന പേരിൽ തന്നെ ഈ ഒരു വീഡിയോക്ക് പിന്നാലെ ട്രോൾ വീഡിയോകൾ നിറയെ ഇറങ്ങിയിട്ടുണ്ടായത്. അതായത് സ്വാമിനി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് അറിയില്ലല്ലേ. എന്നാലും ഇപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് താമസം മാറി എന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്തല്ല, ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. ഏകദേശം 6 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു അനുപമ പത്മന്റേത്. ശരിക്കും ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്താണ് അനുപമ പത്മൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നും, അതും ഇംഗ്ലീഷിലെ വൊക്കാബുലറി സ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാനലായിരുന്നു അത്. ആളുകൾ അത് സെർച്ചിങ്ങിലൂടെ അത് കണ്ടെത്തുകയും ശരിക്കും എല്ലാവരും അന്തം വിട്ടുപോയത് ആ ഒരു സംഭവം. കാരണം ഇത്രയും 6 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഈ ഒരു കുട്ടിയാണോ ഈ ഒരു കിഡ്നാപ്പിംഗ് പരിപാടിക്കൊക്കെ ഇറങ്ങിയത് എന്നുള്ള ഒരു അതിശയകരമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു അനുപമയുടെ വൊക്കാബുലറി സ്കില്ലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് പറയുന്ന കാര്യങ്ങൾ അത് ശരിക്കും അത് കാണുമ്പോൾ തന്നെ നാട്ടുകാർക്ക് ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുമായിരുന്നു. ശരിക്കും അന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിൽ തന്നെ കമന്റുകൾ ഉണ്ടായിരുന്നു, ഈ അനുപമയ്ക്ക് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്തു പോയാൽ പോലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെയായിരുന്നു അനുപമ പത്മന്റേത്. അതിൽ നിന്ന് നല്ലോണം വരുമാനവും കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അനുപമ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. അതും 3ാം പ്രതിയാണ് അനുപമ എന്ന് പറയുന്നത്. അനുപമ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടി ഈ ഒരു പെൺകുട്ടി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ രംഗത്തിറങ്ങിയതോടുകൂടി അതിൽ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയിൽ നടന്ന ആ ഒരു അമ്മയുടെ അനുഗ്രഹവും അതിനെക്കുറിച്ച് തന്നെയാണ് അനുഭവം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ തനിക്ക് മുന്നത്തെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ജയിലിലുണ്ടായ ഒരു അനുഭവം അച്ഛനും അമ്മയെ കുറിച്ചുള്ള ഒന്നും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പരാമർശിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇനി എന്തിനതൊക്കെ പറയണം അല്ലേ. എന്തായാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു തട്ടിക്കൊണ്ടു പോകൽ എന്ന് പറയുന്ന ഈ ഒരു പദവി ഉപയോഗിച്ച് തന്നെയാണ് അനുപമ പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടെത്തുന്നതും. എന്തായാലും ആളുകൾ എത്രത്തോളം ഇതിനെ അംഗീകരിക്കും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു ചാനൽ കാണാൻ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയില്ല. അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തായാലും ഫസ്റ്റ് വീഡിയോ ഇട്ടതോടു തന്നെ വൈറലായി. ഒരു പക്ഷേ ഒരു ആകാംക്ഷയോട് കൂടി കണ്ടതായിരിക്കും അല്ലേ. കാരണം പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഈ പെൺകുട്ടി പരിചിതമായിട്ടുള്ള നമ്മുടെ ഓയൂരിലെ കഥാപാത്രം ഇറങ്ങി തിരിച്ചപ്പം ആളുകൾ പ്രതീക്ഷിക്കാതെ കണ്ടതായിരിക്കാം. ഇത് നമ്മുടെ ഓയൂരിലെ വൈറൽ റാണിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അത് കണ്ടതും ഏറ്റെടുത്തതും ഒക്കെ. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ, അതായത് കളിയാക്കൽ കൊണ്ടുള്ള കമന്റുകൾക്കുപരി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയേറെ കമന്റുകളുണ്ട്. ഈ പെൺകുട്ടിക്ക് തെറ്റ് പറ്റിയതാണ്, എന്തിനാണ് ഇവളെ ഇങ്ങനെ കളിയാക്കുന്നത്, നാളെ ഇവള് നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കും, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ അവരെ കുറ്റപ്പെടുത്തുന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കമന്റുകളും നമ്മൾ ഏറെ കാണുന്നുണ്ട്. ഒരു കമന്റുകൾക്ക് നമ്മുടെ അനുപമ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സപ്പോർട്ടിനുള്ള ആളുകളുണ്ട് എന്നുള്ള രീതിയിലാണ് അനുപമ അവിടെ താങ്ക് യു എന്നുള്ള ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ റിപ്ലൈകൾക്കും മെൻഷൻ ചെയ്തുകൊണ്ടും അതിന്റെ താഴെയും കമന്റുകൾ ഏറെ വരുന്നുണ്ട്. ചോദിക്കുന്ന ഏറെ കമന്റും ഇതാണ്, ഇത് നിങ്ങളുടെ കുട്ടിയാണ് തട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്ഷമിക്കുമോ എന്നാണ് പലരും ചോദിച്ച് വരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടിയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ റിലേറ്റീവ്സിന്റെ കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ കുട്ടിയാണ് ഇതുപോലെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ ഒരു പ്രതി മാസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു പ്രതി ഇത്തരത്തിലുള്ള പോസ്റ്റുമായി വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ പ്രതികരിക്കുന്നത്? ഈ വീഡിയോ കാണുന്ന ആ ഒരു തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഒരു തെറ്റ് ചെയ്തിട്ട് അത് തിരുത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട് തന്നെ നൽകുന്നുണ്ട് അല്ലേ. എന്തായാലും അങ്ങനെ തിരുത്തട്ടെ. ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യം അവക്കുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇത്തരത്തിൽ കാണുമ്പോൾ സമൂഹ മാധ്യമത്തിൽ അതൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത് പോലെയല്ലേ. ഇത്തരം തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുകയല്ലേ. അതായത് ഒരാൾ തെറ്റ് ചെയ്തിട്ട് പിന്നീട് മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ അതിനെ ആളുകൾ സ്വീകരിക്കുന്നത്, പിന്നെ വലിയ രീതിയിൽ ആ പ്രതിക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ശരിക്കും അതൊരു തെറ്റായ മെസ്സേജ് തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അത് ഒരിക്കലും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെയുള്ള പ്രതികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൂടുതൽ വളം വെച്ച് കൊടുക്കാൻ പാടില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് ട്രോൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ അനുപമയെ കുറിച്ച് ഒരുപാട് വീഡിയോയിൽ ട്രോൾ വീഡിയോസ് ആക്കിയിട്ടുണ്ട്.
എന്തായാലും ഈ അനുപമയുടെ ഈ ഒരു പുതിയ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളും ഇത് കണ്ടിട്ടുണ്ട്. കോടതി അനുപമയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ LLBക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തതും അത് അനുവദിച്ചതും. എന്തായാലും കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ മാസവും 3-ാം ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണമെന്നുള്ള വ്യവസ്ഥയുമുണ്ട്. മറ്റ് എന്താവശ്യം ഉണ്ടായിരുന്നാലും കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് എന്നാണ് ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് വ്യവസ്ഥകൾ.